ചന്ദ്രസേനന്റെ തിരോധാനത്തിന് പിന്നിൽ നിങ്ങളാണോ എന്ന് വരെ ഞങ്ങൾക്ക് സംശയമുണ്ട്. ചന്ദ്രസേനനെ കാണാതായിട്ടുണ്ടെങ്കിൽ കാണാതായി എന്ന് പറഞ്ഞ് പരാതി തരേണ്ടത് അദ്ദേഹത്തിന്റെ ഭാര്യയായ ഞാനാണ്. ഞാൻ അങ്ങനെ ഒരു പരാതി തരാത്തിടത്തോളം കാലം എന്തടിസ്ഥാനത്തിലാ നിങ്ങൾ ഇങ്ങനെ ഒരു അന്വേഷണമായിട്ട് ഇങ്ങോട്ട് വന്നത്? മാഡത്തിന് നിയമകാര്യങ്ങളിൽ വലിയ പരിജ്ഞാനമില്ലെന്ന് തോന്നുന്നു. ഒരാളെ കാണാതായാൽ, പ്രത്യേകിച്ച് പരാതി ഒന്നും ഇല്ലെങ്കിൽ പോലും, പോലീസിനെ അന്വേഷിക്കാം, കേസെടുക്കാം. ഇവിടെ അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായില്ല. ചന്ദ്രസേനെ കാണാനില്ലെന്ന് വ്യക്തമായി പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്വേഷണത്തിന് ഇറങ്ങിയത്. അദ്ദേഹത്തിനെ കാണാനില്ല എന്നും പറഞ്ഞ നിങ്ങൾക്ക് പരാതി തന്നത് ആരാ? ചന്ദ്രസേനന്റെ ഭാര്യയായ ഞാൻ ജീവിച്ചിരിക്കുമ്പോ അങ്ങനെ ഒരു പരാതി തരാൻ അവകാശമുള്ള മറ്റാരാ ഉള്ളത്? ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണാനില്ലെന്നും പറഞ്ഞ് പരാതി കൊടുക്കാനുള്ള അവകാശം പോലെ തന്നെ സഹോദരനെ കാണാനില്ലെന്നും പറഞ്ഞ് സഹോദരിക്ക് പരാതി കൊടുക്കാനുള്ള അവകാശം ഉണ്ട് കലാവതി. നിങ്ങളറിയാതെ എന്റെ ചന്ദ്രേട്ടൻ ഒരിടത്തേക്കും പോവില്ല. ചന്ദ്രേട്ടനെ നിങ്ങൾ കൊന്നു പോലും എനിക്കിപ്പോ സംശയമുണ്ട്. അല്ലേ സാർ? ഈ വീട് മുഴുവൻ അരിച്ചു പറക്കണം. എന്ത് എവിഡൻസ് കിട്ടിയാലും അത് ശേഖരിക്കണം. എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. വരൂ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. ഒരു പരാതി കിട്ടിയാൽ അന്വേഷിക്കുക എന്നത് പോലീസിന്റെ ഒരു രീതിയാണ്. സ്വന്തം സഹോദരനെ കാണാനില്ലെന്ന് പറഞ്ഞ് ശ്യാമള എന്നൊരു സ്ത്രീ പരാതി തന്നപ്പോ ഞങ്ങൾക്കത് അന്വേഷിക്കാതിരിക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷണം കടുപ്പിക്കാം, വേണമെങ്കിൽ പ്രഹസനവും ആക്കാം. ഇതിലേത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് മേഡവാ. എന്നെ കാണേണ്ട രീതിയിൽ കണ്ടാൽ അന്വേഷണം പ്രഹസനമായിരിക്കും. അതല്ല, നിങ്ങൾ നിങ്ങളുടെ വഴിക്കാണെങ്കിൽ ഞാൻ അന്വേഷണം കടുപ്പിക്കും. ഞാൻ അന്വേഷണം കടുപ്പിച്ചാൽ പിന്നെ മീഡിയ അറിയും, പിന്നെ പത്രക്കാരും ടി വിക്കാരും ഇളകും. ഇനിയിപ്പോഴത്തെ വേറൊരു സാധനം ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയ. അവരെ പിടിച്ചാൽ കിട്ടില്ല. ചന്ദ്രസേന്റെ തിരോധാനം അന്വേഷിക്കാൻ ആക്ഷൻ കൗൺസിൽ വരെ ഉണ്ടാക്കും. സാറിനിപ്പോ എന്താ വേണ്ടത്? പണം. റിസർവ് ബാങ്ക് അച്ചടിക്കുന്ന ഇന്ത്യൻ റുപ്പി. അത് ഇരി ചെവി അറിയാതെ എന്റെ വീട്ടിലെത്തിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംഗതികളൊന്നും ഉണ്ടാവില്ല. സർ, ചന്ദ്രസേനന്റെ മരണത്തിലും എനിക്ക് ഒരു പങ്കുമില്ല. അതിന് ചന്ദ്രസേന മരിച്ചു എന്ന് ഞാൻ പറഞ്ഞോ? കാണാനില്ലെന്നല്ലേ പറഞ്ഞത്? അപ്പോ ചന്ദ്രസേന മരിച്ചു അല്ലേ? അയ്യോ സർ, എനിക്കൊന്നും അറിയില്ല. ഇത് രണ്ടും നിങ്ങൾ തന്നെ പറയാതെ മാഡം. കുറച്ചു മുമ്പ് നിങ്ങൾ ചന്ദ്രസേന്റെ മരണത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞത് അയാൾ മരിച്ചു എന്ന കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടല്ലേ? എനിക്ക് കിട്ടാനുള്ളത് സമയത്ത് കിട്ടിയില്ലെങ്കിൽ രണ്ടിനെയും പൊക്കി അകത്തിടും. നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ ഇപ്പൊ പറഞ്ഞ ഈ ഒരു ഒറ്റ മൊഴി മതി. സാറ് പറയുന്ന കാശ് ഞങ്ങൾ തരാം.
അത് താനല്ല പറയേണ്ടത്, മാഡം പറയട്ടെ. സാറിന് എത്ര പണം വേണം? അത് ഞാൻ ആലോചിച്ച് സുധീഷ് മഞ്ചാടിയോട് പറഞ്ഞേക്കാം. മഞ്ചാടി നിങ്ങളോട് പറയും. ഞങ്ങൾക്ക് കുറച്ച് പണം കിട്ടാനുണ്ട്. അത് കിട്ടുമ്പോ സാറിനുള്ള വിഹിതം എത്രയും പെട്ടെന്ന് തരാം. കൈക്കൂലി കടം പറയരുത്, മനസ്സിലായോ? കിട്ടേണ്ട തുകയും അത് കിട്ടേണ്ട തീയതിയും അത് കൊണ്ടുവരേണ്ട സ്ഥലവും സുധീഷ് മഞ്ചാടി പറയും. അത് അവിടെ എത്തണം, മനസ്സിലായല്ലോ? ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.